എന്താ പറയാനൊരു പാട്? നീ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചനെ. പറ പറത്തേ സോറി പറത്തേ പറ. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? എന്തോന്ന് എന്നെ പരലോകത്തേക്ക് അയക്കുന്നോ? എന്നാൽ പിന്നെ അതെത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഇനി നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലും. നീ മരിക്കണോ വേണ്ടോ എന്നൊക്കെ നിൻ്റെ തീരുമാനമാണ്. അതിനു മുമ്പ് എനിക്കറിയണം നിൻ്റെ ചേട്ടൻ എവിടെയാണ്. എൻ്റെ ചേട്ടൻ മരിച്ചുപോയി. നീ പിന്നെയും എന്നെ മടനാക്കാൻ നോക്കണം. സത്യം പറതേ, എൻ്റെ ക്ഷമ നീ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ജെകെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് എന്നെ എന്തിനെങ്കിലും ടോർച്ചർ ചെയ്യുന്നതെങ്കിലും പറ. അതറിയാനുള്ള അവകാശം എനിക്കില്ലേ? പ്ലീസ് ജെകെ, പ്ലീസ് പറ. എന്നെ എന്തിനെങ്കിലും ടോർച്ചർ ചെയ്യുന്നത്? എന്തിനെൻ്റെ ചേട്ടനെ നിങ്ങൾ തിരക്കുന്നത്? നിനക്കതൊക്കെ അറിയണമല്ലേ? അതൊക്കെ നിനക്ക് അറിയണമല്ലേ? ഏയ് ജിയണ അവിടെ നിൽക്ക്. നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല വേണ്ട ഏട്ടാ, നീ ഫുഡൊന്നും വേണ്ട. ഞാൻ കോളേജ് ക്യാൻറ്റീനിൽ കഴിച്ചോളാം. ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ബസ് കിട്ടുമോ എന്തോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിൽക്ക്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഏയ് അതിനൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ പോവാം. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇവൾ കേൾക്കത്തില്ല. എന്തോന്ന് ചേട്ടൻ പറഞ്ഞാൽ കേട്ടില്ല. ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കണോ അല്ലേ? ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ചേട്ടൻ കേൾക്കാറുണ്ടോ? ഈ മാഫിയയും വെട്ടും കുത്തുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കേൾക്കുമോ? എത്ര നാളോട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും കേൾക്കത്തില്ല. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഞാൻ പോവാം. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അയ്യോ ഡീ നോക്കി, പ്രൊഫസറിനെ കാണാൻ എന്തൊരു ലുക്കല്ലേ, എന്തൊരു ഹാൻഡ്സോ കാണാൻ. ആന്നടി, എന്ത് രസമോ കാണാൻ. നീ എന്തിനാടി നോക്കുന്നത്? അത് എൻ്റെ ആളല്ലേ. നിൻ്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞ് നിൻ്റെ ആളെന്ന് പറയാൻ തുടങ്ങിയിട്ട്. പോയിച്ചെന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും നിനക്കില്ലല്ലോ. അതാടി, ആ ഒരു ധൈര്യം എനിക്കില്ലാതെ പോയത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാടി, പ്രൊഫസറിന് എന്നെ ഇഷ്ടമാണ്. അതെനിക്കും മനസ്സിലാവുന്നുണ്ട് നോട്ടത്തിൽ നിന്ന് തന്നെ. അതാടി ഞാനും പറഞ്ഞത്. എന്തായാലും ശരി തന്നെ, ഇന്നിത് ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിക്കണം. എന്തോന്ന്? നിൻ്റെ ആ മാഫിയ ചേട്ടൻ്റെ അടുത്താ? ആടി, ചേട്ടൻ്റെ അടുത്ത് തന്നെ. അയ്യോ, ഇതൊന്നും പോയിച്ചെന്ന് പറയില്ലടി. നിൻ്റെ ചേട്ടൻ ഇത് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫസറിൻ്റെ കാര്യം കഥം ഹോത്താഹേ. എന്തോന്ന്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ പ്രൊഫസറിൻ്റെ കഥ പിന്നെ അവിടെ കൊണ്ട് തീരുമെന്ന്. ഇല്ലടി, നിനക്ക് എൻ്റെ ചേട്ടനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ചേട്ടൻ വളരെയധികം കൈൻഡായിട്ടുള്ള പേഴ്സണാണ്. അമ്മയും അച്ഛനും ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അതിനുശേഷം അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ കുറവ് ചേട്ടൻ എന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നെ ഒരു അനിയത്തിയായിട്ടല്ല കാണുന്നത്, എന്നെ ഒരു മകളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് എൻ്റെ ലൈഫിൽ എന്തുണ്ടായാലും ഞാൻ പറയേണ്ടതല്ലേ? എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാനൊന്നും ചേട്ടൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ടില്ല, ഈ ഒരു കാര്യം ഒഴികെ. ഇത് എന്തായാലും ശരി തന്നെ, ഞാനിത് ചേട്ടൻ്റെ അടുത്ത് ഇന്ന് തന്നെ പറയും. അതൊക്കെ നിൻ്റെ ഇഷ്ടം.
ഉം, എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്തോ അത്? അത് അത് പിന്നെ ചേട്ടാ, എനിക്ക് എനിക്കൊരു കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. ആ, അത് തന്നെയല്ലേ പറഞ്ഞത്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞു. എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. അത് അത് പിന്നെ ചേട്ടാ, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. അയാൾ എൻ്റെ കോളേജിലെ പ്രൊഫസറാണ്. ആ, എന്ത് ചെയ്യണോ? കോളേജ് പ്രൊഫസറോ? നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? ഇല്ല ചേട്ടാ, പ്രൊഫസർ എന്ന് പറയുമ്പോൾ നല്ല ആളാണ്. എനിക്ക് ഉറപ്പാണ് പ്രൊഫസറിന് എന്നെ ഇഷ്ടമാണ്. പ്രൊഫസറിന് നിന്നെ ഇഷ്ടമാണെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞു? ഇല്ല ഇല്ല ചേട്ടാ, പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൊഫസറിൻ്റെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം എന്നെ ഇഷ്ടമാണെന്ന്. പ്ലീസ് ചേട്ടനൊന്ന് പ്രൊഫസറിൻ്റെ അടുത്ത് സംസാരിക്കൂ. ആ, അതൊക്കെ സംസാരിക്കാം. പക്ഷേ ഇപ്പം നീ സെക്കൻഡ് ഇയർ അല്ലേ, ഒരു വർഷം കൂടി കഴിയട്ടെ. ആദ്യം നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക്. അതിനുശേഷം മതി എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഞാൻ നിൻ്റെ പ്രൊഫസറായിട്ട് പോയി സംസാരിക്കാം. എന്താ, അത് ഓക്കെ അല്ലേ? ആ ചേട്ടാ, ഓക്കെയാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഒലിപ്പിക്കാൻ നിൽക്കാതെ ഓ ചെല്ലി ഒന്ന് പഠിക്കാൻ നോക്ക്. ആ, ഓക്കെ ചേട്ടാ, ഓക്കെ. ഹലോ നിമ്മി. ആ, പറ ചെയ്യണോ? നീ എന്താ നിമ്മി ക്ലാസ്സിലൊന്നും വരാത്തത്? ഓ, എന്തോ പറയാനാ, എനിക്ക് പനിയായിരുന്നടി ഇത്രയും ദിവസം. നാളെ ഞാൻ ക്ലാസ്സിന് വരുന്നുണ്ട്. ആ, അതെ അല്ലേ. എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, എന്താടി പറഞ്ഞോ. അത് പ്രൊഫസർ കുറച്ച് ദിവസമായിട്ട് കോളേജിൽ വരുന്നില്ല. ഏ, നിൻ്റെ പ്രൊഫസറോ? ആടി, സാറ് കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും വരുന്നില്ല. എന്താ ഞാൻ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ഏതെങ്കിലും മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവോടി? എന്ത് പ്രശ്നം? അത് നമ്മുടെ പ്രൊഫസറല്ലേ. നീ ആ ഒരു രീതിയിൽ സംസാരിച്ചാൽ മതി. ഓക്കെ. ആ, ഓക്കെ. ആ മിസ്. ആ, എന്താ? അത് പിന്നെ പ്രൊഫസർ, ഞങ്ങളുടെ ക്ലാസ്സിലെ പ്രൊഫസർ കുറേ ദിവസമായി ക്ലാസ്സിലേക്ക് വന്നിട്ട്. പ്രൊഫസർ എന്ന് പറയുമ്പോൾ ആരാ? അത് തേങ് സാർ. ഓ, തേങ്ങോ? തേങ്ങ് എന്നെ റിസൈൻ ചെയ്തല്ലോ. ആ, എന്തോ മിസ്, റിസൈൻ ചെയ്തെന്നോ? ആ, സാർ എന്നെ റിസൈൻ ചെയ്തല്ലോ. ഓ, സാറ് റിസൈൻ ചെയ്തു. ആ, സാറിൻ്റെ വീട് എവിടെയാണെന്നറിയോ? വീടെന്തിനാ കുട്ടിക്ക്? അത് സാറിൻ്റെ ഒരു ടെക്സ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അഡ്രസ്സ് എഴുതി തരാം. ഇതാ. ആ, താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ. ആ, ആരാ? അത് തേങ് സാർ ഇവിടെ ഇല്ലേ? ഓ, തേങ് സാറ് എന്തിനാ? നിങ്ങൾക്ക് എന്തിനാ തേങ് സാറിന്? അത് സാറിൻ്റെ പ്രൊഫസറാണ്, കുറേ ദിവസമായി ക്ലാസ്സിലേക്ക് വന്നിട്ട്. ഓ, അത് ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പം ഫോറിനിലാണ്, പോയിട്ടിപ്പം കുറേ ദിവസമായി. ആ, എന്തൊന്ന്? സാറിൻ്റെ മാരേജ് കഴിഞ്ഞെന്നോ? ആ, ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു. ബ്രദർ ഇപ്പോൾ ഇവിടെ ഇല്ല, ഫോറിനിലാണ്. നിങ്ങൾക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആ, മനസ്സിലാവുന്നുണ്ട്. ആ, നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നത്? അത് പിന്നെ സാറിനൊരു ബുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ, ഓക്കെ, അത് ഞാൻ തന്നേക്കേ. ചേട്ടൻ വരുമ്പോൾ ഞാൻ കൊടുത്തേക്കാം. ആ, ഓക്കെ ഓക്കെ. ജിയോണ, എവിടാ നീ ഇറങ്ങി വാ. ഇവിടുത് എവിടെ പോയി കിടക്കുവാ? ഇനി ഉറങ്ങുവാണോ? ആ, ജിയോണ, നീ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ ഈ ചേട്ടനെ വിട്ട് നീ പോയത്? എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനായിരുന്നടി?
ഹലോ നിമി, ഇത് ഞാൻ ജിയാണയുടെ ബ്രദറാണ് സംസാരിക്കുന്നത്. ജിയാണയ്ക്ക് എന്താ പറ്റിയത്? അവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് പിന്നെ എനിക്ക് അറിയില്ല. പക്ഷേ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചത് സംസാരിച്ചത് പ്രൊഫസറിൻ്റെ കാര്യമായിരുന്നു. പ്രൊഫസറിനെ പറ്റി അറിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ കാരണം ആ പ്രൊഫസറാണല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ. കൊല്ലും ഞാൻ ആ ബാസ്റ്ററിനെ. നീ കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കേട്ടില്ലേ? ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ നിന്റെ ബ്രദർ എവിടാണെന്ന്? ഓഹോ, ഈ കാരണം കൊണ്ടാണല്ലേ നീ എന്നെ ഇത്രയധികം ടോർച്ചർ ചെയ്തത്? നിനക്ക് ഒരിക്കലെങ്കിലും പറഞ്ഞുകൂടായിരുന്നു ഇതായിരുന്നു റീസണെന്ന്? നിനക്ക് ഈ ഇത്രയും കഥയല്ലേ അറിയത്തുള്ളൂ. നിനക്കറിയാതെ വേറൊരു കഥയും കൂടിയുണ്ട് ജോൺ ജെങ്കു. അത് നിനക്കറിയണ്ടേ? അത് നിനക്കറിയണ്ടേ?